ശ്രീ പുലിഭൂത ദേവസ്ഥാനത്ത് കളിയാട്ട മഹോത്സവത്തിന്റെ വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി. ആയിരത്തിരി ചടങ്ങ് ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു. പ്രസിദ്ധവും ഐതിഹ്യ സമ്പന്നവുമായ പെരിയാർ ശ്രീ പുലിഭൂത ദേവസ്ഥാനത്ത് രണ്ടാണ്ടിലൊരിക്കലാണ് കളിയാട്ട മഹോത്സവം നടക്കുന്നത്. ചെണ്ടമേളത്തിന്റെ താളത്തിൽ ചിലമ്പണിഞ്ഞ് ഉറഞ്ഞാടി അനുഗ്രഹം ചൊരിഞ്ഞ തെയ്യങ്ങൾ. ഓരോ കളിയാട്ടവും അതാത് ദേശത്തിന്റെ ഉത്സവങ്ങളാണ്. മിന്നിത്തിളങ്ങുന്ന ഉടയാടകളോടെ ദ്രുതതാളത്തിൽ ചുവടുവെച്ച് തെയ്യങ്ങൾ ഭക്തരെ മഞ്ഞൾക്കുറി നൽകി അനുഗ്രഹിച്ചു. പുള്ളിക്കരിങ്കാളിയമ്മ, പുല്ലൂരാളി എന്നീ തെയ്യങ്ങളുടെ തോറ്റംപാട്ടിനാൽ നാട് മുഖരിതമായി. തുടർന്ന് എഴുന്നള്ളത്ത്, എളങ്കച്ചാട്ടം എന്നിവ നടന്നു. തുടർന്നാണ് വിഷ്ണുമൂർത്തിയുടെ കുളിച്ചുതോറ്റം നടന്നത്. തുടർന്ന് പുള്ളിക്കരിങ്കാളിയമ്മ അരങ്ങിലെത്തി. ആയിരത്തിരി ചടങ്ങും ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു. നാടിന്റെ നാനാഭാഗത്തു നിന്നും നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമാകുവാൻ ദേവസ്ഥാന സന്നിധിയിൽ എത്തിച്ചേർന്നത്. സമാപന ദിവസമായ ശനിയാഴ്ച കാളപ്പുലിയൻ, പുലിക്കണ്ടൻ എന്നീ തെയ്യങ്ങൾ അരങ്ങിലെത്തും. വൈകിട്ട് പുല്ലൂരാളി, വിഷ്ണുമൂർത്തി, പുല്ലൂർണൻ എന്നീ തെയ്യങ്ങൾ കെട്ടിയാടും. വിഷ്ണുമൂർത്തിയും പുല്ലൂർണൻ തെയ്യവും എഴുന്നള്ളത്തോടുകൂടി ഭക്തജനങ്ങളുടെ അകമ്പടിയോടെ പെരിയാർ തറവാട്ടിലേക്കും പെരിയാർ വെങ്ങയിൽ വീട്ടിലേക്കും എഴുന്നള്ളി തിരികെ ക്ഷേത്രാങ്കണത്തിൽ പ്രവേശിക്കും. തുടർന്നാണ് ഭക്തിനിർഭരമായ തേങ്ങയേറ് ചടങ്ങ്. തിരുമുടി സമർപ്പണത്തോടെ മഹോത്സവത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് പുല്ലൂർണൻ തെയ്യത്തിന്റെ തിരുമുടി ദേവസ്ഥാന പ്രധാന കർമ്മി ഏറ്റുവാങ്ങി എഴുന്നള്ളത്തോടുകൂടി ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ കാളിമാടത്തിൽ സമർപ്പിക്കും. ന്യൂസ് ബ്യൂറോ, പെരിയാർ.